തദാവൂ യാ ഇബാദല്ലാഹ്. പുണ്യനബി നിങ്ങൾ പറഞ്ഞ ഹദീസാണ്, അള്ളാഹുവിന്റെ പടപ്പുകളെ നിങ്ങൾ ചികിത്സ ചെയ്യണം, ചികിത്സിക്കണം, ഡോക്ടറെ കാണണം. അതിന് വലിയൊരു ഉദാഹരണ കുഞ്ഞുകോയ തങ്ങളെ അവറുകള്. തങ്ങൾ എന്തൊക്കെ റുഖിയ പറഞ്ഞു കൊടുത്താലും ഇന്നാലും ഡോക്ടറെ പോയി കാണും, തങ്ങൾ എഴുതി തങ്ങളെ വിളിച്ചു പറയും, ഇന്നാലിന്റെ സ്ഥലത്ത് പോയി ഡോക്ടറെ കാണണം, മരുന്ന് കുടിക്കണം. ചിലപ്പോൾ പറയും സർജറി ചെയ്യണം, തങ്ങൾ പറയും സർജറി ചെയ്തോ, അതാണ് ഇതിന്റെ പരിഹാരം. നമ്മളൊക്കെ അള്ളാഹുവർക്ക് എന്താ പഠിച്ചവനെ സർജറി കൂടാതെ, അങ്ങനെ പറയേണ്ട അതിന്റെ സബബ് എന്താ നമുക്ക് അറിയില്ലല്ലോ. അള്ളാഹു ഷിഫാഇന്റെ സബബ് വെച്ചത് എന്താണ്? നമ്മൾ പറഞ്ഞിട്ട് ഒരു രോഗം നമുക്ക് വരാൻ പിന്നെ ഒരു ചാൻസും ഇല്ല. അത്രക്കാണ് നമ്മൾ പഠിച്ചോണ്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, എന്നാൽ എനിക്ക് തോന്നാറുണ്ട് റബ്ബേ അതൊക്കെ സൂഉൽ അദബി മഅ അല്ലാഹ്. നമ്മൾ അങ്ങനെ പഠിച്ചോനെ വയറുവേദന തരല്ലേ, തലവേദന തരല്ലേ, റോട്ട് കിടന്ന് മരിക്കല്ലേ, ആശുപത്രി കിടന്ന് മരിപ്പിക്കല്ലേ. ഇപ്പൊ എന്താ പിന്നെ എങ്ങനെ ദുനിയാവെന്ന് പോണ്ടേ? ഒരു കാരണം വേണ്ടേ? എന്ത് കാരണം കൊണ്ടാ പിന്നെ പോവാ? അങ്ങനെ അങ്ങ് പറഞ്ഞുകൂടാന്നാ പഠിച്ചവനെ സഹിക്കാൻ പറ്റുന്നത്, സ്വബറിന് കൂലി കിട്ടുന്നത്, മാരകമല്ലാത്തത്. അല്ലാഹുവേ പരീക്ഷണങ്ങൾ സഹിക്കാനുള്ള കരുത്തും സ്വബറും നൽകണേ, മാരകാസുഖം കൊണ്ട് പരീക്ഷിക്കല്ലേ റബ്ബേ. പിന്നെ ബറസ്, ജുദാമ്, ജുനൂന്, നബി തങ്ങൾ കാവൽ ചോദിച്ച അസുഖങ്ങളുണ്ട്. ഭ്രാന്ത്, കുഷ്ഠരോഗം, അമ, കണ്ണ് നഷ്ടപ്പെടുന്നത്, വെള്ളപ്പാണ്ട്, ഭ്രാന്ത് പിടിക്കുക, അതൊന്നും വരുത്തരുതേ. അങ്ങനെയൊക്കെ ദ്വാരക്കാം. അല്ലാതെ നമ്മൾ പറയുന്ന വളരെ മൈന്യൂട്ടായ വിഷയങ്ങൾ ദ്വാരക്കാൻ അറിയുക എന്നതൊരു ഒരു ഫന്നാണ്, അത് അറിയേണ്ട ഒരു ഇൽമാണ്. ചിലക്കത് അറിയുന്നില്ല എങ്ങനെയാ ദ്വാരക്കേണ്ടത്. അങ്ങോട്ട് അള്ളാഹു പഠിച്ചവനെ നീ ഇങ്ങനെ ആക്കല്ലേ റബ്ബേ, പഠിച്ചവനെ എന്റെ കുട്ടികളും ദലാലത്തിൽ ആക്കല്ലേ പഠിച്ചവനെ. അള്ളാഹുലേക്ക് സൂആയ കാര്യങ്ങൾ, മോശപ്പെട്ട വിഷയങ്ങളെ അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല എന്നാണ്. ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ റബ്ബാണ് എനിക്ക് ശിഫ നൽകുന്നത്. ആര് പറഞ്ഞു? നബിയുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇദാ മരിൽതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അള്ളാഹുവാണ് ശിഫ തരുന്നത്. ആരാ രോഗിയാക്കണത്? അള്ളാഹു അല്ലേ. ഇബ്രാഹിം നബി പറഞ്ഞില്ല, ഞാൻ രോഗിയായാൽ, എങ്ങനെയല്ല നീ എന്നെ രോഗിയാക്കിയാൽ എനിക്ക് നീ ശിഫ തരണേ, അങ്ങനെ പറയാമായിരുന്നു. പക്ഷെ അള്ളാഹുവിനോട് നീയാണ് രോഗിയാക്കുന്നത് എന്ന് റബ്ബിലേക്ക് ചേർത്തി പറയുന്നത് അള്ളാഹുവിനോട് അദബുകേട് കാണിക്കലാണ്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ പറയില്ലേ, കുട്ടനെ അങ്ങനെ ആക്കി കളയല്ലേ റബ്ബേ, എനിക്ക് ഇങ്ങനെ ആക്കല്ലേ, നീ ഞങ്ങൾ ഇടങ്ങേറാക്കല്ലേ, ബുദ്ധിമുട്ടാക്കല്ലേ പഠിച്ചവനെ. അങ്ങനെ പറയരുത്. അല്ലാഹു ഞങ്ങൾ ബുദ്ധിമുട്ടിലായി പോകരുതേ, അങ്ങനെ പറയാം. നമ്മളായി പോകരുതേ പഠിച്ചവനെ. ഞങ്ങളുടെ ചെറുപ്പക്കാരോ ഞങ്ങളോ ആരും ദലാലത്തിലായി പോകരുതേ റബ്ബേ, നീ ഹിദായത്ത് തരയണമേ. അള്ളാഹുവിനോട് അങ്ങനെ പറയാവൂ, നീ വഴികേടിലാക്കല്ലേ എന്ന് പറയരുത്. യുദില്ലു മൻ യശാ, എന്നാൽ പോലും അല്ലാഹു ജല്ല ജലാലുവിന്റെ അദ്ദാത്തുൽ അലിയ്യു സുബ്ഹാനഹു, അല്ലാഹുവിലേക്ക് ഖൈർ മാത്രമേ ചേർത്തി പറയാൻ പാടുള്ളൂ. അതിന്റെ മാനൊക്കെ തഫ്സീർ ചെയ്യുമ്പോൾ ആലിമീങ്ങൾ അത്ര ഗൗരവത്തിലാണ് ഇതിനെ തഫ്സീർ ചെയ്യുക. അങ്ങനെ അങ്ങ് പറയാം, അള്ളാഹുവിനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ. നമുക്ക് വരുന്ന എല്ലാ അസുഖത്തിനും കുറ്റക്കാരൻ അള്ളാഹുവാണ്. ആ രീതിയിൽ അള്ളാഹുവിനെ കുറ്റം ചാരി പറയുന്ന ദുആകൾ അങ്ങനെ ആയിപ്പോകരുത്. അള്ളാഹു നമുക്കൊക്കെ അള്ളാഹുവിനോട് അദബ് കാണിക്കുന്ന ഒരു ഇൽമ അള്ളാഹു തരട്ടെ. അത് വലിയ ഇൽമാണ്. അള്ളാഹുവിനോട് തഅദ്ദുബ് കാണിക്കാൻ, അള്ളാഹുവിനോട് അദബ് കാണിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യക്തവൂന വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, ഹൽ റആക തബീബ്, നിങ്ങളെ ഡോക്ടർ വന്ന് കണ്ടോ എന്ന് ചോദിച്ചു. ഡോക്ടർ വന്ന് കണ്ടോ? ഖാല നഅം, അതെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ പോലെ. നോക്കണം, എന്തൊരു നല്ല ചങ്ങാത്തമായിരുന്നു അല്ലേ. ആ രണ്ട് മഹത്തുക്കളും, ഹബീബ് തങ്ങൾക്കും 63 വഫാത്ത്, സിദ്ദീഖ് തങ്ങൾക്കും 63 വഫാത്ത്, ഉമർ എന്നവർക്കും 63 വഫാത്ത്. മാഷാ അല്ലാഹ്. അവർ 3 പേരും ഒരുമിച്ച് റൗളയിൽ, ഹുജ്റത്തു ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ആ പരിശുദ്ധമായ ഹുജ്റത്തു ശരീഫിൽ. നോക്കണേ, 3 പേരെയും അല്ലാഹു ഒരുമിപ്പിച്ചു. സിദ്ദീഖ് എന്നൊരു വഫാത്താകും തിങ്കളാഴ്ചയാണ്, തങ്ങളുടെ വഫാത്തും തിങ്കളാഴ്ചയാണ്. ഉമർ എന്നവരുടേത് എനിക്ക് അറിയില്ല, അല്ലാഹു അലം. സിദ്ദീഖ് തങ്ങൾ ആ പ്രയാസത്തിൽ രോഗിയായി കിടക്കുമ്പോഴേ അവർ ചോദിച്ചു, ഹൽ റആക തബീബ്, ഡോക്ടർ വന്ന് കണ്ടോ? ഖാല നഅം, ആ കണ്ടു. മാദാ ഖാൽ, എന്തേ ഡോക്ടർ പറഞ്ഞത്? മരുന്ന് കുടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ഗുളിക തന്നു, അരിഷ്ടം തന്നു, ഇതൊക്കെയാ പറയാ. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിദ്ദീഖ് എന്നവർ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇന്നി ഫഅലുൽ ലിമാ ഉരീദ്, അബൂബക്കറെ നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു ചെയ്യും എന്ന് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പൊ സ്വഹാബികൾക്ക് മനസ്സിലായി ഇത് ഏത് ഡോക്ടറെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു ജല്ല ജല, അത് ആ സിദ്ദീഖ് തങ്ങളുടെ ആ ഒരു നിലപാടാണ് ഈ 70,000 പറഞ്ഞ ഈ സ്വഭാവം. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇതുപോലെയുള്ള ഒരു ഉയർന്ന തവക്കുൽ ഒരു പക്ഷേ നമുക്കുണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് പരിശ്രമിക്കണം.
ഡോക്ടറെ പോയി കാണരുത് എന്നുമല്ല അതിനർത്ഥം. സിദ്ദീഖ് എന്നവര് സമ്പത്ത് മുഴുവൻ അള്ളാഹ്ക്ക് സദഖ ചെയ്ത സ്വഹാബിയാണ്. നമ്മളോട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് യസ്അലൂനക മാദാ യുൻഫിഖൂൻ ഖുലിൽ അഫ്വ, അഫ്വയെ കൊടുക്കുക. അഫ്വ എന്ന് പറഞ്ഞാൽ മാ സാദ, നിങ്ങളുടെ മാ ഫദല അൻ ഹാജതിക്കും, നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളതേ ദാനം ചെയ്യേണ്ടതുള്ളൂ. അതാ ഖുർആൻ പറഞ്ഞത്. സിദ്ദീഖ് എന്നവർ എന്ത് ചെയ്തു? മുഴുവൻ അങ്ങോട്ട് കൊടുത്തു. അല്ലേ, മുഴുവൻ കൊടുത്തു. അതിന് അൽ ഈമാനു സിദ്ദീഖി, സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ അങ്ങനെയാണ്. റളിയല്ലാഹു തആല അൻഹു. എന്റെ ഉമ്മത്തികളുടെ ഓരോരുത്തരുടെയും മനസ്സിലെ ഈമാനിനെ ചുരണ്ടിയെടുത്ത ഒരു തുലാസിൽ അതിൽ ആരൊക്കെ പെട്ടു? ഹബീബിന്റെ ലക്ഷത്തിലേറെ വരുന്ന സ്വഹാബികളുടെ ഈമാൻ പെട്ടു. താബിഈങ്ങളുടെ ഖിയാമത്ത് നാൾ വരാൻ പോകുന്ന മുഴുവൻ ആളുകളുടെയും ഈമാൻ തുലാസിന്റെ ഒരു തട്ടില്. എന്റെ സിദ്ദീഖ് തങ്ങളുടെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചാൽ ലറജഹ ഈമാനു സിദ്ദീഖ്. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങളുടെ ഒരൊറ്റ ഈമാന് കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ ഈമാനിനേക്കാളും ഭാരമുള്ള ഈമാൻ സിദ്ദീഖ് എന്നവർക്കുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അമ്പിയാക്കന്മാർ മുഴുവൻ സ്വർഗ്ഗത്തിൽ കടന്നാൽ പിന്നെ സ്വർഗ്ഗത്തിൽ കടക്കുന്ന ഭാഗ്യം ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കാണ്. യാ അല്ലാഹ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ഹബീബിന്റെ സ്വാഹിബുഹു ഫിൽ ഗാർ, ഥൗർ ഗുഹയിൽ ഹബീബിന്റെ കൂടെ ഒളിച്ചു താമസിച്ച ഹബീബിന്റെ ജീവനോളം തുല്യനായ സ്വഹാബിയാണ്, റഫീഖാണ്, സ്വാഹിബാണ്. സ്വാഹിബുഹു ഫിൽ ഗാർ എന്ന് ഖുർആൻ വിളിച്ച സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോഴേ തങ്ങളുടെ കൂടെ അന്ന് ഉച്ചക്ക് സമയം നട്ടുച്ച നേരത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബി തങ്ങൾ വന്നല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ വീട് വളഞ്ഞു. ആ വീട് വളഞ്ഞ ആളുകൾക്ക് നബി തങ്ങളെ കിട്ടിയില്ല. തങ്ങൾ സൂറത്തു യാസീനിലെ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്നതുവരെ ഓതിയിട്ട് ഒരു പിടി മണലിലേക്ക് ഊതിയിട്ട് അങ്ങോട്ട് വാതിൽ തുറന്നു എറിഞ്ഞു. വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. നബിയെ, ഇറ്റ് വാസന്റ് യു ഹു ത്രൂ ഇറ്റ്, ഇറ്റ് വാസ് അല്ലാഹ്. എല്ലാരെ കണ്ണിലും വിട്ടു. ആ എറിഞ്ഞത് അല്ലാഹുവായിരുന്നു നബിയെ. ഖുർആൻ പറഞ്ഞു, നിങ്ങളല്ല എറിഞ്ഞത്, അത് അല്ലാഹുവാണ് എറിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നേരെ പോയി സിദ്ദീഖ് നിങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോഴേക്കും വെളിച്ചം വന്നത് ചൂട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, സിദ്ദീഖ് ലബ്ബൈക യാ റസൂലല്ലാഹ്. എന്തേ നബിയെ, എന്തേ നബിയെ? അപ്പൊ ആരുമില്ല, മക്കയിൽ ആരുമില്ല. എല്ലാ മുസ്ലിമീങ്ങളും പോയിട്ടുണ്ട്. ഉമർ എന്നവര് വരെ പോയിട്ടുണ്ട്. മക്കയിൽ ആകെയുള്ളത് ആരാ? സിദ്ദീഖ് എന്നവര്, അഷ്റഫുൽ ഖൽഖ് തങ്ങള്, അലിയാർ തങ്ങള്, അറിയപ്പെട്ട പിന്നെ രോഗികൾ, വയ്യാത്തവര്. വേറെ എല്ലാ മുസ്ലിമീങ്ങളും മദീനത്തേക്ക് പോയി കഴിഞ്ഞു. ഹിജ്റ ഭയങ്കര അത്ഭുതമായിരുന്നല്ലോ. ഒരു നേതാവ് എന്താണെന്ന് കാണിച്ചു തന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് മുഴുവനും രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അവസാനമാണ് നേതാവ് രക്ഷപ്പെടുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ ബഷാർ അൽ അസദ് പിടിക്കുന്ന മുമ്പ് തന്നെ ഫ്ലൈറ്റ് കയറിപ്പോയി. ഇനി എന്തോ സംഭവിക്കട്ടെ, എനിക്ക് ശേഷം തൂഫാന് നടന്നാലും കുഴപ്പമില്ല, ഞാൻ തടി രക്ഷപ്പെടുത്തട്ടെ. ലോക നേതാക്കന്മാർ അങ്ങനെയാണ്. അവര് ഒരു ക്രൈസിസിലാകുമ്പോ അവരുടെ തടി നോക്കാനാ നോക്കുക. നാടിൽ എന്ത് സംഭവിക്കും, ആര് നോക്കും ഭരണം, ഇതൊന്നും പിന്നെ അവർക്ക് വിഷയമല്ല. ഞാൻ നഫ്സി നഫ്സി. പുണ്യനബി ചെയ്തത് എന്താ? സ്വഹാബികളെ നിങ്ങളൊക്കെ പൊയ്ക്കോളൂ. 2 ആഴ്ച, 1 മാസം മുമ്പ് നബി ഞങ്ങൾ ഓരോരുത്തരെയും യാത്രയ്ക്ക് രാത്രി പറഞ്ഞയച്ചു തുടങ്ങി. അവരൊക്കെ മദീനയിലെത്തി. എന്നിട്ട് എക്സ്ട്രീം ഡേഞ്ചറിലാ തങ്ങൾ മക്കയിൽ നിന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ക്വാളിറ്റിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനുയായികളോട് മുഴുവൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയിക്കോളൂ. അവരൊക്കെ മദീന, ഹംസ തങ്ങളടക്കം മദീനയിലാ. നോക്കണം, ഹബീബിന്റെ കൂടെ നിൽക്കുന്ന സയ്യിദ് ശുഹദാ ആയി മാറിയ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അടക്കം മദീനയിൽ നബിയെ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. റളിയല്ലാഹു തആല. സഅദ് ഇബ്നു റബീഅ എന്നവരും സഅദ് ഇബ്നു ഉബാദ തങ്ങളും സഅദ് ഇബ്നു മുആദ് എന്നവരും സഅദ് ഇബ്നു അബീ വഖാസ് എല്ലാ സഅദുമാരും മദീനയിലാണ്. അൻസ്വാരികൾ അവരവിടെ കാത്തിരിക്കുകയാണ്. തങ്ങൾ ഒറ്റക്കായിരുന്നു ഇവിടെ സിദ്ദീഖ് തങ്ങളുടെ കൂടെ. അലി തങ്ങൾ ചെറിയ 19-20 വയസ്സാവുന്നല്ലേ ഉള്ളൂ ആ സമയത്ത്. റളിയല്ലാഹു തആല. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, എനിക്ക് അങ്ങയോടൊരു സ്വകാര്യം പറയാനുണ്ട്. മാറി നിൽക്കുന്നു പറഞ്ഞു. സിദ്ദീഖ് എന്നൊരു മറുപടി കൊടുത്തു, വല്ലാത്തൊരു മറുപടി. ഇൻഹും ഇല്ലാ അഹ്ലുക യാ റസൂലല്ലാഹ്. നബിയേ, അങ്ങേക്കൊരു സ്വകാര്യം എന്നോട് പറയാനുണ്ടെങ്കിൽ എന്റെ വീട്ടുകാരെ മാറ്റി നിർത്തിയിട്ട് അങ്ങക്ക് എന്നോട് പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ വീട്ടുകാർ അങ്ങയുടെ വീട്ടുകാർ തന്നെയല്ലയോ?
അങ്ങയുടെ സ്വകാര്യം എന്റെ വീട്ടുകാര് പരസ്യപ്പെടുത്തുമെന്ന് തോന്നുന്നുവോ? അങ്ങ് ഇവിടെ പറഞ്ഞോളൂ നബിയെ, അങ്ങേക്ക് വിശ്വസിക്കാം എന്റെ വീട്ടുകാരെ. ആണത്, അവരെ വിശ്വസിക്കാം, അവര് വഞ്ചിക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ കുട്ടിയാണെന്ന്. അസ്മാ ബീവിയാണ് ഒരു മുതിർന്ന മോളായത്. ആ സമയത്ത് അസ്മാ ബീവി ഗർഭിണിയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്ന മോനെ പ്രസവിച്ചിട്ടില്ല. ആ ഗർഭവും കൊണ്ട് 550 കിലോമീറ്റർ യാത്ര ചെയ്ത മഹദിയാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. മദീനത്തെത്തിയപ്പോ മക്കക്കാരായ മുഹാജിറുകളായ സ്വഹാബികൾക്ക് ആദ്യണ്ടായ കുട്ടി അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരാണ്. ഹിജ്റ കഴിഞ്ഞ ഉടനെ പൂർണ്ണ ഗർഭിണിയായി ആ മരുഭൂമിയിലൂടെ അസ്മാ ബീവി നടന്നു. സിദ്ദീഖ് എന്നവരുടെ മോൾ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി. പൂർണ്ണ ഗർഭിണിയായിട്ട് 7 തവാഫ് ചെയ്യാൻ പറ്റുമോ? റൗണ്ട് കഴിയോ? പ്രയാസമായി പോകില്ലേ? 550 കിലോമീറ്റർ, 600ഓളം വരും. കാരണം ചുറ്റുവളഞ്ഞ ഇന്നത്തെ പോലെ ഹൈവേ സ്ട്രേറ്റ് റോഡല്ലല്ലോ. ഇന്നുണ്ട് 500 കിലോമീറ്റർ. ഹിജ്റ പോയ വഴി ഇന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. വളരെ ദുഷ്കര ഓഫ് റോഡ് വണ്ടികളിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി തങ്ങൾ ഹിജ്റ പോവുകയാണ്. ഉദിനലീ ബിൽ ഹിജ്റ. സിദ്ദീഖ് എന്നവരോട് പറഞ്ഞ വാക്കതാണ്, സിദ്ദീഖേ, മദീനയിലേക്ക് ഹിജ്റ പോകാൻ അല്ലാഹു എനിക്ക് അനുമതി നൽകിയിരിക്കുന്നു. സിദ്ദീഖ് എന്നവർ അസ്സുഹ്ബത യാ റസൂലല്ലാഹ്, കൂടെ വരട്ടെ നബിയേ, ഞാനും. സമ്മതമുണ്ടോ? ഇതൊരു ചോദ്യമാണല്ലേ. അങ്ങ് ഒറ്റയ്ക്ക് പോവുകയാണോ? ഞാനും കൂടെ വരട്ടെ. അള്ളാന്റെ അനുമതി ഉണ്ടോ എന്ന് നോക്കട്ടെ സിദ്ദീഖേ, ഞാൻ പറയാം. കുറച്ചു നേരം കഴിഞ്ഞ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ അനുവാദമുണ്ട്, അള്ളാഹു അനുമതി തന്നിരിക്കുന്നു. സിദ്ദീഖ് എന്നവർ പൊട്ടിക്കരഞ്ഞു. ആയിഷ ബീവി പറയാം, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട് കുറച്ചൊക്കെ കരയും, കണ്ണീര് വരും സന്തോഷം കൊണ്ട്. പക്ഷേ ഒരു മനുഷ്യൻ പൊട്ടിക്കരയും സന്തോഷം കൊണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് എന്റെ വാപ്പക്ക് ഹബീബിന്റെ കൂടെ ഹിജ്റ പോകാൻ അനുമതി കിട്ടിയെന്ന വിവരമറിഞ്ഞപ്പോ എന്റെ വാപ്പ കരഞ്ഞത് കണ്ടപ്പോഴാ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? സന്തോഷം കൊണ്ട് പൊട്ടിക്കരയാണ്. വിഷയമതല്ല. സിദ്ദീഖ് എന്നവര് പുറപ്പെട്ടു. ഹബീബും സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് പുറപ്പെട്ടപ്പോഴേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയുണ്ട് അബൂ ഖുഹാഫ. വലിയ പ്രായമായിട്ടുണ്ട് അന്ന് തന്നെ. അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നത് മക്ക വിജയത്തിന്റെ സമയത്താണ്. ഈ സംഭവം നടന്നൊരു 10 കൊല്ലം, ഒരു 9 കൊല്ലം കഴിഞ്ഞതിന് ശേഷം. നല്ല പ്രായമുണ്ട്. അപ്പോ അബൂ ഖുഹാഫ ചോദിച്ചു, മക്കളെ, അബൂബക്കർ പോയോ? ആ വാപ്പ ഇപ്പൊ പോയിട്ടുണ്ട്. പോയല്ലേ? പോയിട്ടുണ്ട്. എല്ലാ പൈസ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാകുമല്ലേ? അസ്മാ ബീവി പറഞ്ഞു, വാപ്പങ്ങൾ പോയിരിക്കും, ഞാനിപ്പോ വരാം. വാപ്പയെ എവിടെയോ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, അന്ന് ഗർഭിണിയാണ്, അവരറിയണം. 9 മാസം 10 മാസം ആവാറായിട്ടുണ്ട്. മഹദി റളിയല്ലാഹു അൻഹ അന്ന് മക്കയിലാണ്. അങ്ങനെ കുറെ ചരൽക്കല്ല്, ചെറിയ ചെറിയ കല്ലുകൾ കുറെ എടുത്തു കൊണ്ടുവന്നു. അന്ന് സിദ്ദീഖ് എന്നവര് നാണയം സൂക്ഷിക്കുന്നത് ഒരു മുള പോലത്തെ ഒരു വീടിന്റെ, നമ്മളൊക്കെ ഓട് ഇറക്കി വെച്ചിരുന്ന ഓട് വീടുകൾ താഴേക്ക് ഇറക്കൂലേ, ഒരു കഴുക്കൂല, എന്തിനു പറയല്, ആ ഒരു മരത്തിന്റെ, ഒരു ഉള്ളുപൊള്ളയായ ഒരു മരത്തിന്റെ ഉള്ളിലാണ് അത്ര എന്ന് പൈസ ഇട്ട് വെക്കാറുള്ളത്. ഒരു മുള പോലെ സങ്കല്പിച്ചാൽ മതി. അസ്മാ ബീവി അതിൽ മുഴുവൻ ചരൽക്കല്ല് കൊണ്ടുപോയി നിറച്ചിട്ട്, പാപ്പാ, സിദ്ദീഖ് എന്നവര് നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ഒക്കെ അവിടെ വെച്ചിട്ട് തന്നെ പോയത്, കണ്ടോളൂ എന്ന് പറഞ്ഞ് അതാണ് കുലുക്കി കൊടുത്തു. അപ്പൊ അങ്ങനെ പൈസ ഇളകണ പോലെ സൗണ്ട് കേട്ടപ്പോ സമാധാനായി എന്ന് പറഞ്ഞു. സത്യത്തിൽ കുടുംബത്തിന് വേണ്ടി ഒന്നും സിദ്ദീഖ് എന്നവരുടെ ബാക്കി വെച്ചില്ലായിരുന്നു. മുഴുവൻ കല്ലായിരുന്നു. വാപ്പയെ ചീത്ത പറയണ്ടെന്ന് വിചാരിച്ചിട്ട് വല്യാപ്പാനെ സമാധാനിപ്പിക്കാൻ, അബൂ ഖുഹാഫയെ സമാധാനിപ്പിക്കാൻ അസ്മാ ബീവി ചെയ്ത പണിയാണത്. ഇത് സിദ്ദീഖ് എന്നവരുടെ ഈമാനാണ്. നമ്മളോട് അങ്ങനെ എല്ലാ പൈസ എടുത്ത് കൊണ്ടുപോയി പള്ളിക്കും മദ്രസക്കും എത്തിങ്ങാനും കൊടുക്കണമെന്ന് ദീൻ പറയൂല. എന്തേ? നമുക്ക് അങ്ങനെയുള്ള ഒരു ക്ഷമൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. ഉമർ എന്നവർക്ക് പറ്റിയിട്ടില്ലല്ലോ. ഉമർ എന്നവർ പകുതിയല്ലേ കൊണ്ടുപോയി കൊടുത്തത്. നിസ്ഫു മാലി യാ റസൂലല്ലാഹ്. അങ്ങനെ അവർ പറഞ്ഞില്ലേ, സിദ്ദീഖ് എന്നവരെ തോൽപ്പിക്കാൻ കഴിയൂലട്ടോ, കഴിയൂല. എന്തേ സിദ്ദീഖേ നിങ്ങൾ മാദാ ബഖൈത ലി അഹ്ലിക, അങ്ങയുടെ വീട്ടുകാർക്ക് എന്താണ് സിദ്ദീഖേ നിങ്ങൾ ബാക്കി വെച്ചത്? ഖാല അല്ലാഹ വ റസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് നബിയേ. ഒന്നും എന്റെ വീട്ടുകാർക്ക് ബാക്കി വെച്ചില്ല. അതോ അന്നത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരനും മുതലാളിയുമായിരുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം ദീനു കൊടുത്തു. ഉസ്മാന്റെ ഉപ്പ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. വലിയ ദാനശീലമുള്ള ആളായിരുന്നു. മാഷാ അല്ലാഹ്. നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി മർഹൂം കെ എം എന്നാ പറയുന്നത്, അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ.
അങ്ങനെ ഉണ്ടാവും ഒരുപാട് മഹാന്മാർ. സമ്പത്തുണ്ടായി ജീവിച്ചു, മരിച്ചു പോകുമ്പോൾ ഒന്നുമില്ല, എല്ലാം ദാനം ചെയ്ത് ദാനം ചെയ്ത് ദാനം ചെയ്ത്. ഇത് വലിയ ഈമാനാണ്. അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. ഹുമുല്ലദീന ലാ യസ്തർഖൂന വലാ യക്തവൂന വലാ യതതയ്യറൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിലേക്ക് മുഴുവൻ പരമേൽപ്പിക്കുകയാണെങ്കിൽ ഫവല്ലാഹി ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ഖ തവക്കുലിഹി ലറസഖകും കമാ യർസുഖുത് ത്വയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങൾ ഓരോരുത്തരും അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കുകയും അല്ലാഹുവിനെ പരമേൽപ്പിക്കേണ്ട വിധം കാര്യങ്ങളെ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അല്ലാഹു നിങ്ങൾക്ക് തരുമായിരുന്നു. അവരവരുടെ കൂടുകളിൽ നിന്ന് രാവിലെ നേരം വയറൊട്ടിയിട്ട് നടന്നു പോകുന്ന പാറിപ്പോകുന്ന പക്ഷികൾ എവിടെയാണ് അവരുടെ ഭക്ഷണമെന്ന് പോലും അവർക്കറിയില്ല. ഒരു ഫ്രിഡ്ജില്ല, ഒരു സ്റ്റോറേജ് ഉണ്ടോ പക്ഷികൾക്ക്? സ്റ്റോർ റൂമുണ്ടോ പക്ഷികൾക്ക്? കുക്ക് ചെയ്യാൻ കിച്ചണുണ്ടോ? എവിടെയാണ് നാളത്തെ ഭക്ഷണം എന്നറിയാതെയാണ് നമുക്ക് ചുറ്റുമുള്ള മരങ്ങളിൽ ഈ നേരത്ത് പക്ഷികൾ കിടന്നുറങ്ങുന്നത്. രാവിലെ എഴുന്നേറ്റ് വയറൊട്ടി ഹിമാസ്വാ, ഒട്ടിയ വയറുമായി അവകൾ പറന്നുപോകുന്നു. അസ്തമയമാകുമ്പോൾ അവകൾ തിരിച്ചു പറക്കും കൂടുകളിലേക്ക്. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയിരിക്കും, വയറ് നിറച്ചിട്ടാണ് അവകൾ തിരിച്ചു വരുന്നത്. ആ പക്ഷികളുടെ എണ്ണം അല്ലാഹുവിനെ അറിയൂ. നമ്മൾ കാണാത്ത എത്ര പക്ഷികളുണ്ട് ഇവിടെ, എത്ര ജീവജാലങ്ങളുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവനെ അല്ലാഹുവേ, പടച്ചതമ്പുരാൻ നിങ്ങളുടെ വിഷയം അങ്ങനെ ഏറ്റെടുത്ത് നടത്തുമായിരുന്നു. നിങ്ങൾ വേണ്ട വിധം അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ. നമ്മൾ ഏൽപ്പിക്കുന്നത് ഡോക്ടറുടെ കയ്യിലാണ്, ഹോസ്പിറ്റലിലാണ് നമ്മൾ ഏൽപ്പിക്കണം. നമ്മുടെ കാര്യം മക്കളുടെ ജോലിയിൽ, ബാങ്ക് ബാലൻസിൽ, നമ്മുടെ ബിസിനസ്സിൽ, അതൊക്കെ നമ്മുടെ തവക്കുല്. പൈസ കയ്യിൽ തീർന്നു നോക്കിയാൽ തീരും തവക്കുല് ഈമാനൊക്കെ. അതുവരെ ഭയങ്കര തവക്കുലായിരിക്കും. ജോലി പോയാൽ തളരും നമ്മള്, അല്ലേ? ജോലി നഷ്ടപ്പെട്ടു പോയാൽ തളരാൻ. അല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. എന്റെ റബ്ബ് റിസ്ക് നൽകുന്നവനാണ്. ഒരു വാതിൽ അടഞ്ഞു പോയാൽ മറ്റൊരു വാതിൽ, അതിലേറെ വാതിലുകൾ തുറന്നു തരാൻ എന്റെ റബ്ബിന് കഴിയും എന്ന് മനസ്സുകൊണ്ട് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അതല്ലേ നമ്മുടെ ഈമാൻ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നമ്മൾ പഠിക്കണം, സർട്ടിഫിക്കറ്റ് വേണം, വിദ്യാഭ്യാസം വേണം, ക്വാളിഫിക്കേഷൻ വേണം, അധ്വാനിക്കണം, ശരിക്കും നമ്മൾ ത്യാഗം ചെയ്യണം. എന്നാൽ വഅലല്ലാഹി ഫത്ഹുൽ അബ്വാബ്, വാതിലുകൾ തുറന്നു തരുന്നത് അല്ലാഹു ചെയ്യുന്ന പണിയാണ്. അത് സർട്ടിഫിക്കറ്റ് അല്ല ചെയ്യുന്നത്, അത് നമ്മുടെ എംപ്ലോയർ അല്ല, നമ്മുടെ മുതലാളിയല്ല, നമ്മുടെ ഏമനല്ല, ഭരണകൂടങ്ങളല്ല. അല്ലാഹുവാണ് ഓരോരുത്തർക്കും ഭക്ഷണം നൽകുന്നത് എന്ന് മുസ്ലിമീങ്ങളിൽ എത്ര പേര് മനസ്സറിഞ്ഞ് ബോധിച്ചിട്ടുണ്ട്? അപ്പോഴല്ലേ നമ്മുടെ ഈമാൻ ശരിയാവുള്ളൂ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിനെ കാര്യങ്ങൾ നിങ്ങൾ ഏൽപ്പിക്കണമേ. ഹബീബിന്റെ ദർസ് കേൾക്കാൻ വന്ന സ്വഹാബി ഒട്ടകത്തെ കെട്ടിയിടണോ നബിയെ? ഞാൻ കെട്ടിയിടാതെ അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ട് സദസ്സിലേക്ക് വരയണമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഹബീബ് പറഞ്ഞത്, യഅഖിൽഹാ വതവക്കൽ അലല്ലാഹ്. ഒട്ടകത്തെ കെട്ടിയിട്, എന്നിട്ട് അല്ലാഹുവിനെ വരമേൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വാ. കെട്ടിയിട്ട ഒട്ടകമാണെങ്കിലും ഒരു കുട്ടിക്കതിനെ അഴിച്ചുവിടാം. കെട്ടിയിട്ട ഒട്ടകമാണെങ്കിലും അതിന്റെ കെട്ടഴിഞ്ഞു പോകാം. നീ കെട്ടിയിടണം, നിന്റെ വാഹനം പാർക്ക് ചെയ്യണം. അത് ചെയ്യാതെ അല്ലാഹുവിനെ ഏൽപ്പിക്കുക എന്നതല്ല തവക്കുല്. അതിനെ തവാക്കുൽ എന്നാണ് പറയുന്നത്. മുഅ്മിനീങ്ങൾ തവക്കുൽ ചെയ്യണം, തവാക്കുലല്ല. തവാക്കുൽ എന്ന് പറഞ്ഞാൽ ഒരു പണിയും ചെയ്യാതെ അല്ലാഹു ചെയ്തു തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കലാണ്. അതുകൊണ്ടാണ് മദീന പള്ളിയിൽ ദിക്ർ ചൊല്ലാനെന്ന് പറഞ്ഞു ഹലക്ക കൂടിയിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഉമർ റളിയല്ലാഹു അൻഹു അവർ ജോലി എടുക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ കയ്യിലുള്ള വടിയെടുത്ത് പേടിപ്പിക്കുകയും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആകാശം സ്വർണവും വെള്ളിയും നാണയങ്ങൾ ഇങ്ങനെ ആകാശത്ത് താഴെ വീഴുമെന്ന് തോന്നുന്നുണ്ടോ? പോയി ജോലിയെടുക്കണം, നിങ്ങൾ മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കരുത്, അധ്വാനിക്കണമെന്ന് പറഞ്ഞ് ആ കൂടിയിരുന്ന ചെറുപ്പക്കാരെ ഒരു സംഘം ആളുകളെ ഉമർ എന്നവർ മദീന പള്ളിയിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട്. അധ്വാനിക്കണമെന്ന് പറഞ്ഞു. വെറുതെ ആളുകൾക്ക് ഭാരമാവരുത്. അമാ സമിഅ്തും, നിങ്ങൾക്കറിയില്ലയോ, അന്നസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, സ്വർണവും വെള്ളിയും നാണയങ്ങളും നോട്ടുകളും ആകാശത്ത് താഴെ വീഴില്ലല്ലോ. അധ്വാനിക്കണ്ടേ? മനുഷ്യർക്ക് മനുഷ്യരുടെ കയ്യിലൂടെയാണ് അല്ലാഹു ഇതിന്റെ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിന് അധ്വാനിക്കണം. പക്ഷേ അധ്വാനിച്ചാലും അല്ലാഹുവേ, കാര്യങ്ങൾ നടത്തിത്തരുന്നത് നീയാണ് റബ്ബേ. ഗുളിക കുടിച്ചാലും അരിഷ്ടം കഴിച്ചാലും
മരുന്ന് കഴിച്ചാലും ഏതെല്ലാം ചികിത്സ തേടിയാലും സർജറി നടത്തിയാൽ പോലും അല്ലാഹുവേ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി, പടച്ചവനെ നീയാണ് ഷാഫിയായവൻ, നീയാണ് ശിഫ നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക്, നീ നൽകുന്ന ശിഫയല്ലാതെ ശിഫ ഇല്ല റബ്ബേ. ഇതാണ് നമ്മുടെ ഈമാൻ. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? നമ്മൾ ഡോക്ടറെ കയ്യിലും കൊടുക്കല, ഡോക്ടറെ കണ്ടാ പഠിച്ചവനേത് പഠിച്ചവനാണോ എന്നല്ലേ. ഡോക്ടർമാർക്ക് പോലും അസുഖം വന്നാൽ ആരാണ് ശിഫയാക്കുന്നത്? മരുന്നാണ് ശിഫയാക്കുന്നത് എന്ന് വെച്ച് അങ്ങ് സങ്കല്പിച്ചു നോക്കൂ. ഡോക്ടറാണ് മരുന്നാണ് ശിഫ നൽകുന്നതെങ്കിൽ എല്ലാ രോഗത്തിനും ഇവിടെ മരുന്നുണ്ടല്ലോ. ഇപ്പൊ ഏകദേശം ഒട്ടുമിക്കത്തിനും ക്യാൻസറിന് അങ്ങ് കുറച്ച് കാര്യങ്ങൾക്ക് കുറവാണ്, അലോപ്പതിയിൽ കുറവാണ്, വേറെ മരുന്നുകളൊക്കെ വേറെ യുനാനിയിലും അല്ലാത്തതിലും കിട്ടുകയും ചെയ്യും. ഓക്കെ, ഏത് രോഗത്തിനും പിന്നെ മരുന്ന് കൊടുത്താൽ രോഗം മാറണ്ടേ? അത് മാറുന്നില്ലല്ലോ. ചില രോഗങ്ങൾ മാറുന്നില്ല. ഡോക്ടർമാരെന്താ പറയാ? ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയും. മരുന്നൊക്കെ ബ്ലഡിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്, ഗ്ലൂക്കോസ് വഴി കൊടുക്കുന്നുണ്ട്, പക്ഷേ ബ്രെയിൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഹാർട്ട് റെസ്പോണ്ട് ചെയ്യുന്നു, ബോഡി റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മരുന്നല്ല ഇവിടെ കാര്യം നടത്തുന്നതെന്ന് ബോധ്യപ്പെട്ടു. മരുന്നാണ് കാര്യം നടത്തുന്നതെങ്കിൽ ഏത് രോഗത്തിനും അതിന്റെ മരുന്ന് കൊടുത്താൽ അത് ശിഫയാവണം. അതൊരു കാരണം മാത്രമാണ്, അതൊരു സബബ് മാത്രമാണ്. രോഗികളോട് ചില ഡോക്ടർമാരെങ്കിലും പറയും പ്രാർത്ഥിച്ചോളൂ എന്ന്. എന്താണെന്നറിയോ? ഡോക്ടർമാർക്ക് തിരിയും, അവർക്കറിയും ഞങ്ങൾ ചെയ്യുന്ന ഈ പണിയൊന്നുമല്ല. മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കോംപ്ലക്സ്, വളരെ സങ്കീർണമാണ്. മനുഷ്യ ശരീരം വളരെ സങ്കീർണമാണ്. ഒരു ഞരമ്പ് എവിടെയോ ഒന്ന് വളഞ്ഞു, അല്ലെങ്കിൽ ഒരു ഞരമ്പ് ഇച്ചിരി വലുപ്പം കൂടിപ്പോയി, അല്ലെങ്കിൽ ഇച്ചിരി ബ്ലോക്ക് വന്നു, അതുകൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും നിശ്ചലമാകും. ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു. അവനുദ്ദേശിക്കുമ്പോ ഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. അതുകൊണ്ട് ശിഫാ റബ്ബാണ് നൽകുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് മുഅ്മിൻ. അവരുടെ തവക്കുൽ അല്ലാഹുവിലാണ്. മരുന്ന് കഴിക്കുമ്പോഴും അവരുടെ തവക്കുൽ അല്ലാഹുവിലാണ്. ജോലി ചെയ്യുമ്പോഴും അവരുടെ തവക്കുൽ അല്ലാഹുവിലാണ്. അവർ ബിസിനസ് ചെയ്യുമ്പോഴും എന്റെ റബ്ബാണ് കാര്യങ്ങൾ ചെയ്തു തരുന്നത്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നവരാണവർ. അങ്ങനത്തെ ആളുകളാണ് 70,000-ഓളം ആളുകൾ ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവർ. ഹുമുല്ലദീന ലാ യസ്തർഖൂൻ, എനിക്ക് മന്ത്രിച്ചു തരണേ എന്ന് ആവശ്യപ്പെടാത്തവര്. ആവശ്യപ്പെടാതെ ഒരാൾക്ക് ചെയ്തു കൊടുക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റുഖ്യ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സ്വഹാബിമാർ ആവശ്യപ്പെട്ടിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്, ആവശ്യപ്പെടാതെയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ? ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചില്ലേ? മന്ത്രി ചൂതിയിട്ട് പാമ്പ് കടിച്ച ഒരാൾക്ക് ശിഫ കിട്ടിയ ചരിത്രം ഇമാം ബുഖാരി ഉദ്ധരിച്ച സ്വഹീഹുൽ ഹദീസല്ലേ? അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവും സ്വഹാബികളും ഒരു നാട്ടിലൂടെ പോകുമ്പോഴേ ആ നാട്ടുകാർ പിശുക്കന്മാരായ നാട്ടുകാർ. ആ യാത്രക്കാർക്ക് വെള്ളമോ ഭക്ഷണമോ ഒന്നും അവർ കൊടുത്തില്ല. എന്ത് ഇസ്ലാമിന്റെ രീതി എന്താണെന്നറിയോ? ഒരു നാട്ടിൽ യാത്രക്കാരെത്തിപ്പെട്ട വെള്ളിപ്പാടിയിലൂടെ ഒരു യാത്രാ സംഘം പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോഴത്തെ ഒരു റോഡ് സംവിധാനങ്ങളൊന്നും അല്ല, ഒരു വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകും. ഓരോ നാട്ടിലും ഒരു ക്യാമ്പ് ചെയ്തു പോകും. നമ്മുടെ മഹല്ലിലെത്തിയാൽ ആ യാത്രക്കാർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നാണ്. സക്കാത്തിന്റെ അവകാശികളാണ് യാത്ര തുടരാൻ കഴിയാതെ വിഷമിച്ചു പോകുന്ന യാത്രക്കാർ. വബിനിസ്സബീൽ, അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുന്ന നാട്ടുകാരെന്ത് ചെയ്യണം? അവരവരുടെ നാട്ടിൽ എത്തിപ്പെടുന്ന വഴിതെറ്റിപ്പോവുകയോ യാത്ര തുടരാൻ കഴിയാതെ രേഖകൾ പൈസ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്ന ജെനുവിൻ കേസുകൾ, തട്ടിപ്പുകളും മാറ്റിവെക്കുക, അതെല്ലായിടത്തും ഉണ്ടാവും. ജെനുവിനായിട്ടുള്ള ഈ കേസുകളെ ഓരോ മഹല്ലും ഏറ്റെടുക്കണം എന്നാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഖദർ നബിയുടെയും ചരിത്രത്തിൽ അതാണ് പറയുന്നത്. ആ മതില് മൂസാ നബി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാം നേരെ വെച്ചപ്പോഴേ മൂസാ നബി ചോദിച്ചില്ലേ, എന്തിനാ ഖദർ നബി ഒരു അല്പം വെള്ളം പോലും തരാത്ത ഈ നാട്ടുകാരുടെ മതിലൊക്കെ എന്തിനാ നിങ്ങൾ നന്നാക്കാൻ പോയത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ മതിലിന്റെ താഴെ കിടക്കുന്ന നിധിയെക്കുറിച്ച് ഖദർ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നതും ആ ചരിത്രങ്ങളൊക്കെ. എന്തേ? ഒരു നാട്ടുകാരുടെ ബാധ്യതയാണെന്ന് അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ പറയാം. അബൂ സഈദ് ഖുദ്രി എന്ന സ്വഹാബി നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടുകാരനായ ചേരമാൻ പെരുമാൾ, ചക്രവർത്തി പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബി കേരളത്തിൽ നിന്ന് പോയി നബിന്റെ അടുത്ത് പോയി സ്വഹാബിയായി വന്ന ഒരു സ്വഹാബിന്റെ നമുക്ക് ചേരമാൻ പെരുമാൾ, ചക്രവർത്തി പെരുമാൾ എന്ന് പറഞ്ഞ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു കേരളത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. കേരളത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അദ്ദേഹം കപ്പൽ കയറാൻ വേണ്ടി സലാലയിലെത്തി. സൗദി അറേബ്യയിൽ നിന്ന്
ഒമാനിന്റെ ഇങ്ങറ്റം, അന്ന് യമനിന്റെ ഭാഗമാണ് സലാല. സലാലയിലെത്തി. സലാലയിൽ നിന്ന് നേരെ കടൽ മുറിച്ചു കടന്നാൽ ബോട്ട് എത്തുന്നത് കോഴിക്കോടടുത്ത് പയ്യോളിയിലാണ്. അങ്ങോട്ട് വരെ എന്റെ ബോട്ടിൽ കയറി കേരളത്തിലേക്ക് വന്ന് ഞാൻ ദഅവത്ത് ചെയ്യട്ടെയോ എന്ന് നിബിതങ്ങളോട് സമ്മതം ചോദിച്ചു പോരുമ്പോഴാണ് മഹാനവറുകൾക്ക് രോഗം ബാധിക്കുന്നതും സലാലയിൽ വെച്ച് വഫാത്താകുന്നതും. മഹാന്റെ ഖബർത്ത സലാലയിലുണ്ട്, ഒമാനിലുണ്ട്. അവിടെ പോയ ആളുകൾക്ക് കാണാൻ കഴിയും. താജുദ്ദീൻ തങ്ങൾ മഹാനവറുകൾ നബിതങ്ങളുടെ അടുത്ത് വന്നു എന്ന് പറയുന്ന ഹദീത്ത് റിപ്പോർട്ട് ചെയ്തത് അബൂ സഈദ് അൽ ഖുദ്രി തങ്ങളാണ്. ഈ സ്വഹാബിയാണ് മന്ത്രിച്ചൂതി കൊടുത്ത റുഖ്യയുടെ ചരിത്രം പറയുന്നത്. സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീത്ത് അങ്ങനെയാണ്. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ സയ്യിദുൽ ഖൗം, ആ ഗോത്രത്തലവന് പാമ്പ് കടിയേറ്റിട്ടുണ്ടായിരുന്നു, തേളുകുത്തിയിരുന്നു. അപ്പൊ അവര് ചോദിച്ചു, നിങ്ങള് ആരെങ്കിലും മന്ത്രിച്ചൂതുന്നവരുണ്ടോ? അബൂ സഈദ് ഖുദരി തങ്ങൾ പറഞ്ഞു, ആ ഉണ്ട്, ഞങ്ങളുടെ പാമ്പ് കടിയേറ്റ് കിടക്കുന്ന ഞങ്ങളുടെ ഗോത്ര നേതാവിനൊന്ന് മന്ത്രിച്ചൂതി കൊടുക്കുമെന്ന് ചോദിച്ചു. അവര് കാഫിറുകളാണ്. ഈ മസ്അല വെച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ അടക്കം ആലിമീങ്ങൾ, മുഹദ്ദിസുകൾ, ഹദീസ് വ്യാഖ്യാതാക്കൾ ചർച്ച ചെയ്യും. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് മന്ത്രിച്ചൂതി കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റുമെന്നാണ്, ജായിസാണെന്നാണ്. കാരണം അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ ചെയ്തു കൊടുത്തത് കാഫിരീങ്ങൾക്കാണ്. പറഞ്ഞു, നിങ്ങൾ എന്തായാലും വിഷ്കന്മാരാണ്, ഞങ്ങൾക്ക് വഴിയാത്രക്കാരൻ, ഞങ്ങൾക്ക് ഭക്ഷണമില്ല, ഞങ്ങൾക്കൊരു കൂട്ടം ആടുകൾ, ഒരു 8-10 ആടുകളെങ്കിലും നിങ്ങൾ തരുമെങ്കിൽ ഞങ്ങൾ ഊതി തരാന്ന് പറഞ്ഞു. അതൊരു നിർബന്ധ സാഹചര്യം കൊണ്ട് പറഞ്ഞതായിരുന്നു. അല്ലെങ്കിൽ ഒരു ചികിത്സയ്ക്കും അങ്ങനെ കണക്ക് പറയുകയോ അല്ലെങ്കിൽ കാശ് നിർബന്ധിക്കുകയോ ചോദിക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യരുത് എന്നാണ് ദീനിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഹദിയ തന്നാൽ സ്വീകരിക്കാം, പക്ഷെ ഇത്ര പൈസ തന്നാലേ നിങ്ങളുടെ സിഹർ ഒഴിവാക്കണമെങ്കിൽ 10 ലക്ഷം ചെലവാകും. എവിടെ നിന്നാണ് ഈ 10 ലക്ഷത്തിന്റെ കഥ വരുന്നത്? 5 ലക്ഷം ചെലവാകും, 1 ലക്ഷം ചെലവാകും, 50,000 ചെലവിന് പല കഥയും പറയും. അത് അവിടുത്തെ കുട്ടിയെ കൊടുക്കുക, എവിടെ കൊടുക്കാൻ? പച്ചയടി കുലൂന അംവാലന്നാസി ദുൽമൻ വബുഹ്താനൻ. മനുഷ്യന്മാരുടെ പൈസ ഊറ്റിയെടുത്തിട്ട് സാധുക്കളല്ലേ എങ്ങനെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കും ചെയ്യും. അങ്ങനെ ജനങ്ങളുടെ പച്ചമാംസം തിന്നുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ ശർറിന്ന് കാത്തുരക്ഷിക്കട്ടെ. കാരണം ഇത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി ചെയ്യുമ്പോൾ അള്ളാഹു തരുന്ന റബ്ബിന്റെ ഒരു ഫദലാണിത്. ഇത് ഖുർആന്റെ ഫദലാണ്. ഉണ്ണി നബി തങ്ങളുടെ വായിലൂടെ തങ്ങൾ പഠിപ്പിച്ചു തന്ന അദ്കാറുകളുടെ ദുആഇന്റെ ഫദലാണിത്. സ്വാലിഹായ ഒരു മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളായ അവരുടെ അമലു സ്വാലിഹാത്തിന് അള്ളാഹു നൽകുന്ന ഒരു കറാമത്താണിത്. അതൊരിക്കലും വിലപേശാനുള്ളതല്ല. പക്ഷേ ഒരു മനുഷ്യൻ അങ്ങനെ ഉപകാരം ചെയ്തു തരുമ്പോ, നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുമ്പോ അയാൾക്കൊരു ഹദിയ നമ്മൾ കൊടുക്കുന്നത് ഒരു മാന്യതയാണ്. അങ്ങനെയല്ലോ, ഒരാൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു റുഖിയ ചെയ്യാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഇവിടുന്ന് വണ്ടി വിളിച്ചു വന്നു, എന്നാ ശരി ടെസ്റ്റാലെ വളരെ റാഹത്തായി അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് വേദന, റബ്ബേ എത്ര പെട്രോൾ അടിച്ചിട്ടാണ് ഞാൻ ഈ വന്നത്, ഒരു 5 പൈസ പോലും ഇതാ പിടിച്ചോളൂ നിങ്ങൾക്ക് ചെലവുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് തന്നില്ലല്ലോ. ഒരു മനുഷ്യന്മാരല്ലേ, അവരുടെ ജബറുൽ ഖാത്തിർ, അവരുടെ മനസ്സിന് വേദന വരാതിരിക്കാൻ ഹദിയ നമ്മൾ കൊടുക്കണം, മാന്യമായത് കൊടുക്കണം, അവർക്ക് അർഹിക്കുന്നത് കൊടുക്കണം. പക്ഷേ ഡിമാൻഡ് ചെയ്യാൻ പാടുള്ളതല്ല. അബൂ സഈദ് അൽ ഖുദരി തങ്ങൾ നിർബന്ധിതമായിരുന്നു. കാരണം അവർ പട്ടിണി കടന്നുപോയി. പട്ടിണിയിലാണ് എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞതാണ് മഹാനവറുകൾ. എന്നിട്ട് മഹാനവറുകൾ ഈ കാഫിറായ മനുഷ്യൻ പാമ്പുകടിയോ തേളോ കടിച്ചിട്ട് വിഷം ദേഹത്ത് കയറി കിടക്കുമ്പോ, ബോധമില്ലാണ്ട് കിടക്കുമ്പോ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു. 3 ഔ 7, 2 അഭിപ്രായങ്ങൾ. 3 പ്രാവശ്യം 3 ഫാത്തിഹ ഓതി, അല്ല 7 ഫാത്തിഹ ഓതി കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ 7ാമത്തെ ഫാത്തിഹ അങ്ങ് ഓതി കഴിഞ്ഞപ്പോഴേക്കും ഈ മനുഷ്യൻ എഴുന്നേറ്റു. ആടുകളെയും കൊണ്ടാണ് പിന്നെ അവർ മദീനത്തേക്ക് പോയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ട് തങ്ങളോട് പറഞ്ഞു, പൊന്നാര നബിയെ, സഹാബികൾ പറഞ്ഞു, എടുക്കണ്ട, ആടിനെ തുടരുത്. അവരാരും അതിന്റെ പാല് കുടിച്ചില്ല, അവരാരും അതിന്റെ മാംസം കഴിച്ചില്ല, മദീനെത്തുന്നവരെ അവർ തൊട്ടില്ല. അതാണ് സ്വഹാബത്തിന്റെ രീതി. നോക്കണം, അവർ ചോദിച്ചു, ശരിയാണ്, അവർക്ക് ആവശ്യം. സഹാബികൾ പറഞ്ഞു, നമുക്കിത് പറ്റുമോ? നമുക്കിത് എടുക്കാൻ പറ്റുമോ? പുണ്യനബി തങ്ങളിത് പൊരുത്തപ്പെടുമോ? തങ്ങൾക്കിത് ഇഷ്ടമാകുമോ? എന്നാ പിന്നെ മദീനയിൽ ചെന്നിട്ടാവാം. അങ്ങനെ മദീനയിലെത്തി പുണ്യനബി തങ്ങളോട് പറഞ്ഞു, നബിയെ ഇങ്ങനെ സംഭവിച്ചു നബിയെ. ഞങ്ങൾ അവരോട് ഡിമാൻഡ് ചെയ്തു, ഞങ്ങൾ അവർക്ക് ഇതാ കുറച്ച് ആടുകളെ തന്നു. തങ്ങൾ പറഞ്ഞു, വമാ അദ്റാക അന്നഹാ റുഖിയ. അബൂ സഈദ് അൽ ഖുദരി, നിങ്ങൾ ചെയ്തത് റുഖിയയായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് മനോഹരമായിരിക്കുന്നുവല്ലോ. വദ്രിബൂ ലീ മിൻഹാ സഹമാ. നിങ്ങൾക്ക് കിട്ടിയ ഹദിയയിൽ, ആ ഓഹരിയിൽ എനിക്കും ഒരു ഓഹരി തന്നോളൂ. നിങ്ങളത് മാംസമായി കഴിക്കുമ്പോ 2 കഷ്ണം ഞാനും കഴിച്ചോളാം എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കാൻ നിബിതങ്ങൾ തങ്ങൾക്കും തന്നോളൂ എന്ന് നിബിതങ്ങൾ പറഞ്ഞുവെന്നാണ് സ്വഹീഹുൽ ബുഖാരിയുടെ റിവായത്ത്.
അത് മന്ത്രിച്ചൂതി കൊടുത്തപ്പോ ഒരു മനുഷ്യന്റെ വിഷമിറങ്ങി എന്ന് പറയുന്ന ഹദീഥാണ്. ഇത് ബുഖാരി അല്ലെങ്കിൽ ദഈഫാണെങ്കിലും വാക്കിലൊരു പറയുമായിരുന്നു, അല്ലെങ്കിൽ കെട്ടുകഥയാണെന്ന് പറയാൻ ശ്രമിക്കുമായിരുന്നു. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീഥാണ്. ഖുർആൻ കൊണ്ട്, ഹദീത്ത് കൊണ്ട്, ദുആ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട്, മുഅ്മിനായ മനുഷ്യന്റെ വായിലൂടെ ചെയ്യുന്ന നഫസ് കൊണ്ട്, ഊതുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ കൊടുക്കുന്നുണ്ട് എന്നത് ദീനിൽ മുജറബുൻ മഅലൂം, ദീനിൽ അറിയപ്പെട്ട വിഷയമാണ്. അത് മുജറബാൻ, അനുഭവമുള്ള വിഷയമാണ്, ആർക്കും നിഷേധിക്കാൻ പാടുള്ളതല്ല, അതുള്ള വിഷയമാണ്. അലിമഹു മൻ അലിമഹു വജഹിലഹു മൻ ജഹില. ജാഹിലിയങ്ങൾക്ക് ഇത് പറയില്ലായിരിക്കാം, അത് ഉള്ളതാണ്, അത് ഉള്ളതാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ വമാ യുദ്രീക അന്നഹാ റുഖിയ ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമ. മഹാനായ ഹുസൈൻ ഇബ്നു അബ്ദുറഹ്മാൻ അസ്സുലമി അൽ കൂഫി തങ്ങളുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിടത്തേക്ക് വരാം. രാത്രികാലത്ത് ഉണർന്നിരിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഉണർന്നതായിരുന്നില്ല. ആ വാൽനക്ഷത്രം അടർന്നു വീഴുന്നത് ഞാൻ കണ്ടു. പക്ഷേ ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല, നിസ്കരിച്ചത് കൊണ്ടാണെന്ന് വിചാരിക്കല്ലേ. ഞാൻ ഇന്ന് തേളുകടി കൊണ്ട് വിഷമിച്ച് വേദനിച്ചിരിക്കുമ്പോഴാണത് ചെയ്തത്. നിങ്ങൾ എന്തു ചെയ്തു എന്ന് സഈദ് തങ്ങൾ ചോദിക്കുമ്പോഴേ ഇർതഖൈതു, ഞാൻ റുഖിയ ചെയ്തു, മന്ത്രിച്ചൂതി. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അദ്കാർ കൊണ്ടും ഞാൻ ശിഫാഇനെ തേടി എന്ന് പറഞ്ഞു മഹാനവറുകൾ. എന്നിട്ട് തെളിവ് പറഞ്ഞു, എവിടുന്നാണ് നിങ്ങൾ ചെയ്തത്? അപ്പൊ മഹാനവറുകൾ ഹദീസ് പറഞ്ഞു കൊടുത്തു. മഹാനായ ബുറൈദ റളിയല്ലാഹു അൻഹു, ബുറൈദത്ത് ബിൻ ഹസീബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ റിവായത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ലാ റുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹമ. ഏറ്റവും നല്ല റുഖിയ കണ്ണേർ സംഭവിക്കുമ്പോൾ ചെയ്യുന്ന റുഖിയയാണ്. കണ്ണേർ ഇംഗ്ലീഷുകാരൻ അതിന് ഈവിൾ ഐ എന്നാ വിളിക്കുക. ഈവിൾ ഐ, ബാഡ് ഐ, ഈവിൾ ഐ എന്ന് പറയും. ചില നാട്ടിലൊക്കെ ചില സാധനങ്ങളുണ്ട്, ഈവിൾ എന്നൊരു ബ്ലൂ ഗ്ലാസിന്റെ ഒരു സാധനം, ഒരു കണ്ണ് പോലെ, അത് തൂക്കിയിട്ടാ കണ്ണേറ് പോകുന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങ് തുർക്കി പോയപ്പോ കണ്ടില്ലേ അവിടെ? ഷാഖുസ് അവിടെ ഉണ്ടല്ലോ, തുർക്കിയിൽ ചില സ്ഥലത്തൊക്കെ ടൂറിസ്റ്റുകൾ മരത്തിൽ മുഴുവൻ തൂക്കിയിട്ടുണ്ടോ? അതിനെന്താ പേരുണ്ടോ സാർ? എന്താ ഈവിൾ ഐ എന്നൊരു പറയല്? ഒരു നീലയും വെള്ളയും കളറൊക്കെ ഉണ്ടാവും, കറുപ്പൊക്കെ ഉണ്ടാവും, ഒരു കണ്ണുപോലൊക്കെ തോന്നും കണ്ട ഒരു വട്ടത്തിന്റെ ചെറിയ സാധനം. അതിങ്ങനെ ഒരു കയറിട്ടിട്ട് ഒരു മരം നോക്കി മുഴുവൻ ഈ സാധനമായിരിക്കും. അപ്പൊ ചോദിക്കും, എന്ത്? കണ്ണേറ് പോകാൻ വേണ്ടി വാങ്ങിച്ചു കിട്ടുന്ന സാധനം. ഏതോ മരത്തും പോയി കെട്ടി അവര് കണ്ണേറിനെ തടുക്കാൻ വേണ്ടി ചെയ്യുന്ന അന്ധവിശ്വാസികൾ, അറിയാത്തവര് ഏതോ ജാതിയും അതൊക്കെ ആയിരിക്കും, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ സാധനം ബസ്സുമ്മ തൂക്കി വെക്കും, കാറിൽ തൂക്കി വെക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഐന് സത്യമാണ്, അത് ഉള്ളതാണ്. വെള്ളിപ്പടിയിലുണ്ടോ അങ്ങനെ കണ്ണേറുള്ളവര്? കണ്ണേറുള്ളവരെ പോയി മയ്യത്ത് നിസ്കരിക്കാനാണ് പരിപാടി. അതില്ലാത്താണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലേ. ഏതെങ്കിലും കണ്ണേറുള്ള ആള് പള്ളിയിലൊക്കെ വെറുതെ ഉറങ്ങി കിടക്കും, ബാക്കിൽ പോയിട്ട് അല്ലാഹു അക്ബർ, അവസാനത്തെ തക്ബീറും പോലും ഉണരും ചെയ്യും. അത് അത്ഭുതം. അങ്ങനെ മുഴുവൻ നിസ്കരിച്ചവര് ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. അപ്പോഴേക്കും മുപ്പര ഉണരും, ഇവർക്കൊക്കെ അടിയും കിട്ടും. ജീവിച്ചിരിക്കുന്ന എനിക്ക് മയ്യത്ത് നിസ്കരിക്കാന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് ആരോ പറഞ്ഞെങ്ങനെയോ വർത്തിച്ചാന്ന് തോന്നുന്നുണ്ട്. അതിന് അസുലില്ലാന്നാ കേൾക്കാറ്. അല്ലാഹു അലൈഹി, അസുല ഉണ്ടെങ്കിൽ തിരിച്ചു തരണേ. അങ്ങനെ സംഭവമില്ല. കണ്ണേറുള്ള ആളുകളെ കൊണ്ട് ഒതുവെടുപ്പിക്കും. ഞാൻ സംഭവം പറയാം, ഹദീസ് പറയാം. അവരെ കൊണ്ട് ഒതുവെടുപ്പിച്ചിട്ട് അവരുടെ ഒതുവിന്റെ വെള്ളം ഒരു പാത്രത്തിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അവരോട് കുളിക്കാൻ വേണ്ടി പറയും, ഒരു പാത്രത്തിൽ ഇരുത്തിയിട്ട് കുളിക്കുക. ആ കുളിച്ച വെള്ളം എടുത്ത് കണ്ണേറ് കൊണ്ട് ആളെ തെളിക്കുക. അല്ലെങ്കിൽ അവർ കുടിച്ചതിന്റെ വെള്ളം അല്ലെങ്കിൽ ചായയോ പാനീയമോ കുടിച്ചതിന്റെ ബാക്കി കണ്ണേറ് കൊണ്ടവനെ കൊണ്ട് കുടിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ അവരുപയോഗിച്ച വസ്ത്രമോ മറ്റോ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം തെളിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കണ്ണേറ് കൊണ്ടവർക്ക് ശമനം കിട്ടുമെന്ന് അലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തൊരു സംഭവം പറയാം. സ്വഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീഥാണിത്. മഹാനായ സഹ്ൽ റളിയല്ലാഹു തആല അൻഹു, സഹ്ൽ ഇബ്നു ഹുനൈഷ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അന്ന് കണ്ണേറുള്ള ഒരു കണ്ണനുണ്ട്. അയാളുടെ പേര് ആമിർ ഇബ്നു റബീഅ എന്ന. മൂപ്പര് എന്ത് നോക്കി പറഞ്ഞാലും കൊള്ളും. അങ്ങനെ സംഭവം, ഭയങ്കര സംഭവമാണത്. ഒരു വണ്ടിയൊക്കെ ഒരാൾ എടുത്തിട്ട്, ഓ നല്ല വണ്ടിയാണല്ലോ, എപ്പോഴേതൊക്കെ പുറത്തെടുത്ത് പുതിയാപ്പിള ഇറങ്ങിയ പോലെ ഉണ്ടല്ലോ, ആ പോക്ക് കുത്താനായിരിക്കും പോയിട്ടുണ്ടാവുക. അന്ധവിശ്വാസം എന്ന് നമ്മൾ ഇതിനെ പറയേണ്ടതില്ല, അങ്ങനെ ഉള്ള സംഭവമാണ്. ഇത് സയൻസിന് വ്യാഖ്യാനിക്കാൻ കഴിയൂല. എങ്ങനെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കണ്ണുന്നൊരു പ്രത്യേക രശ്മികൾ അവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ആത്മീയ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ കാണാത്തൊരു ലോകം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ബോധിക്കണം. ആദ്യമത അർവാഹുകളുടെയും ഷയാത്തീനിന്റെയും ജിന്നുകളുടെയും സാന്നിധ്യമുള്ള ലോകമാണിത്. ആമിർ ഇബ്നു റബീഅ കണ്ണുള്ള ആളാണ്. കണ്ണുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ബാറക്കല്ലാഹ്,
അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറയേണ്ടവരാണ്. ഏതൊരു നല്ല കാര്യം കാണുമ്പോഴും ബാറക്കല്ലാഹ്, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടേ പിന്നെ തുടങ്ങാൻ പാടുള്ളൂ. ഇതിന് അത്ഭുതം ചെയ്യുള്ളവർക്ക് അത് ആ നേരത്തെ ഓർമ്മ ഉണ്ടാവില്ല. അവരങ്ങ് പറയും, പിന്നെ ആയിരിക്കും സംഭവിക്കുക. ചില നാട്ടിലൊക്കെ പേര് കേട്ട ഉമ്മാരുണ്ടാവും, ഉപ്പാരുണ്ടാവും. ആ വഴിക്ക് വരികയാണെങ്കിൽ മുഖം പൊത്തി ഓടേണ്ടി വരും. എന്തെങ്കിലും പറയാണ്ടിരിക്കാൻ അവരെ കൊണ്ട് പറ്റൂല. പറഞ്ഞോ എന്തെങ്കിലും സംഭവിക്കും ചെയ്യും. നമുക്ക് അനുഭവം ഉണ്ടാവൂലേ? ഉണ്ടോ? നല്ല രസമുള്ള കുറെ നമ്മൾ ഉസ്താദ് പറയായിരുന്നു, പാറ പൊട്ടിച്ചിട്ട് പൊട്ടാഞ്ഞിട്ടേ കണ്ണേറിലൊരുത്തിനെ കൊണ്ടുവന്ന് നോക്കി പറയിപ്പിച്ചു. എന്താ ഇപ്പൊ ഇങ്ങനെ കമ്പിളിയും പോച്ച കിടക്കണെന്ന്, ക്രാക്ക് വന്നു. സുബ്ഹാനല്ലാഹ്, ഒരു വാക്ക് പറയിക്കുകയാണ്. പല പല രാജ്യങ്ങളിലുണ്ട് കേട്ടോ. അത് ഇംഗ്ലീഷുകാർക്കും അവർക്കൊക്കെ വിശ്വാസമുള്ള സംഗതിയായി കണ്ണേറുന്ന സംഭവം. ഇതെല്ലാവരും ഒരു യൂണിവേഴ്സൽ ഫിനോമിനാണ്. അത് ആർക്കുണ്ട്. എന്റെ വാക്ക് കണ്ണേറായി മാറുന്നുണ്ടോ ഇല്ലയോ അത് നമുക്കറിയില്ല. പക്ഷെ ചില അനുഭവങ്ങളിൽ ഉണ്ടാകും അങ്ങനെ. ചില ആളുകൾ പറഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ആയിപ്പോയി. ചില ആളുകൾ വീട്ടിൽ കയറിയിറങ്ങിപ്പോയാൽ പിന്നെ ആ വീട്ടുകാർക്ക് ഊരവേദനയും തലവേദന എണീക്കാൻ പറ്റൂല, അവിടെ കിടന്നു പോകും. പിന്നെ അതിന് റുഖിയ ചെയ്തെങ്കിലും എണീക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ ഈ പാലുകാച്ചല് കുറ്റൂസാന്നൊക്കെ പറഞ്ഞ ഹൗസ് വാമിംഗ് പരിപാടി, ഉസ്മാൻ എവിടെ പറയില്ലേ അതിന്? വീട് കുടിയാകുന്നതിനല്ലേ പൊര കുടിയാകാം. മലപ്പുറത്തൊക്കെ കുറ്റൂസാന്നൊക്കെ പറയാറുണ്ട്. പൊര കുടിയാവുക അല്ലേ? പൊര കുടിയാവുന്ന അന്നേ ആ വീട്ടുകാർക്ക് ഒരാഴ്ച 2 ആഴ്ചക്ക് എണീക്കാൻ പറ്റാറില്ല. മരുന്ന് വരുമ്പോഴും എന്ത് രസമുള്ള വീടാലേ, എന്താ ഭംഗി, എന്താ സോഫന്റെ ഒക്കെ സുഖം, അടുക്കള എന്തൊരു രസമുള്ള അടുക്കള എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് ഈ സാധുക്കൾക്ക് കണ്ണുകൊണ്ടുപോകും. ഒരു മാഷാ അല്ലയോ തബാറക്കല്ലയോ പറയൂല. അതാണ് ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്തായിരുന്നു പരിപാടി. ഞാൻ അവിടെ ഈ വിഷയം പറഞ്ഞു. ഞാൻ വെറുതെ സാന്ദർഭികമായിട്ട് പറയണേ, ഇത് നമ്മുടെ വിഷയമല്ല. ഈ പൊര കൂടിയിരിക്കുന്ന സമയത്ത് പൊരന്റെ ഉള്ളിലേക്ക് ചെരുപ്പിട്ട് കയറരുത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആളുകൾ അസൂയ വെക്കുകയാണ്. ഒരു മനുഷ്യന്റെ വീട് കേടാക്കി കൊടുക്കുക. എന്താ നമുക്ക് ചെരുപ്പഴിച്ച് കയറിയാ വല്ല കുഴപ്പമുണ്ടോ? പള്ളിയിൽ നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ കയറി ആയിരക്കണക്കിന് ചെരുപ്പ് പുറത്തുണ്ടാവുന്നില്ലേ? വല്ല കുഴപ്പമുണ്ടോ? ഒരു വീട്ടിലൊരു മനുഷ്യൻ പെയിന്റൊക്കെ അടിച്ച് വൃത്തിയാക്കി നിങ്ങൾ വരിൻ എന്റെ വീട് കണ്ടോളി എന്ന് പറഞ്ഞ് ചോറും തന്നിട്ട് സൽക്കരിക്കുക. എന്നിട്ട് ആ ചളിയിലെ ഷൂട്ട് കുട്ടികൾ കയറുന്നു, പെണ്ണുങ്ങൾ പിന്നെ പറയണ്ട. ഒരു ചെരുപ്പ് എന്തോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ചെരുപ്പ് പോലെ അങ്ങോട്ട് മേലെ കയറുന്നു, താഴെ ഇറങ്ങുന്നു, ബെഡിൽ കയറി ഇറങ്ങുന്നു, കുട്ടികൾ ഷൂട്ട് ചാടി ഇറങ്ങും. ഒരു ഉമ്മയുടെ വായുന്നു, മോനെ ചവിട്ടല്ലേ മോനെ, ആ ബെഡ്ഷീറ്റ് കേടാവും, മണ്ണാണ്. സ്വന്തം മക്കളോട് പറയാൻ തോന്നില്ല, എന്തേ ആരാന്റെ വീടാണ് ആയിക്കോട്ടെ എന്ന്. എന്താണ് പടച്ചോനെ, വല്ലാത്ത മനുഷ്യന്മാർ. അസൂയ എന്നല്ലേ ഇതിന് പറയാ. ആ പൊരക്കാരൻ നിങ്ങളോട് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പൊരക്കാരൻ നിങ്ങളോട് ചെരുപ്പിട്ട് കയറല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബഹിഷ്കരിക്കും അല്ലേ? ആ പൊരക്കാരന്റെ പരിപാടി അങ്ങോട്ട് കൊളാവും. മിണ്ടാൻ പറ്റൂല, നെഞ്ചു പൊളിയുണ്ടാവും. ഞാൻ കയറി ചെല്ലിട്ട് പറയാറുണ്ട്, പൊന്നാര മക്കളെ ചെരുപ്പഴിച്ചിട്ട് കയറ്. എന്നോട് പറയുക ചെരുപ്പിട്ടോ. ഞാൻ ചെരുപ്പിടൂല. നമ്മൾ പുറത്തുനിന്ന് കയറി വരുന്ന ഈ മണ്ണുമായിട്ട് ഒരു മനുഷ്യൻ വൃത്തിയാക്കി വെച്ച വീട് നമ്മൾ വൃത്തികേടാക്കി കൊടുക്കേ? എത്ര പ്രയാസം ഉണ്ടാകും ആ കാർപ്പറ്റൊക്കെ എനിക്ക് വൃത്തിയാക്കി എടുക്കാൻ. ആ റൂമിലാർക്കെങ്കിലും മുസല്ല വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഫോട്ടോഗ്രാഫർമാരുണ്ട്, ഷൂട്ടിട്ട് ഇങ്ങനെ കൂളായിട്ട് ചവിട്ടി ആ കാലിൽ മൊത്തം ചളിയേരി. എനിക്ക് ദേഷ്യം വരാറുണ്ട്, സത്യം പറയട്ടെ. ആരുടെയൊക്കെയോ പറയാണ്, എന്നാലും എന്റെ മനസ്സ് വേദനിക്കും. പഠിച്ചവനെ, ഒരു മനുഷ്യൻ പൈസ ചെലവാക്കി വൃത്തിയാക്കിയിട്ടേ നമ്മളെ കുട്ടികളൊക്കെ കൂളായിട്ട് ചെരുപ്പിട്ട് കയറാൻ. ദയവ് ചെയ്ത് ആരും ചെയ്യരുത്. ദയവ് ചെയ്ത്. ഇതൊരു അസൂയയാണ്. എന്നിട്ടുണ്ട് ആ ചെരുപ്പം കൊണ്ടൊരു നൃത്തം ചുമരുമേ. ആ ഷൂവിന്റെ പ്രിന്റ് ഇങ്ങനെ ചുമരുമ കാണും. മഴക്കാലത്താണെങ്കിൽ പറയും വേണ്ട. വൃത്തികേടാക്കി അസൂയ കാണിക്കുക ചെയ്യരുത് മുഅ്മിനീങ്ങളെ. ഒരു വീട് നമുക്ക് വൃത്തിയാക്കാൻ കഴിയില്ല, എന്ന് വൃത്തികേടാക്കാതിരുന്നൂടെ? അതുകൊണ്ട് വീടുകൾ അസൂയപ്പെടുന്ന സ്ഥലമാവരുത്. ആ വീട്ടുകാരന് ബർക്കത്ത് കൊടുക്കണേ റബ്ബേ. ഇത്ര നല്ല വീടുണ്ടാക്കാൻ ദുനിയാവിൽ സൗകര്യം ചെയ്തു കൊടുത്ത പോലെ നാളെ ആഖിറത്തിൽ നീ സ്വർഗത്തിൽ വീട് കൊടുക്കണമേ എന്നല്ലേ നമ്മൾ ദ്വാരക്കേണ്ടത്. നമ്മുടെ കൂട്ടുകാർക്കൊരു വീടുണ്ട്, നമുക്കുണ്ടായില്ല. പടച്ചോനെ, എനിക്കും തന്നൂടെ റബ്ബേ ഒരു വീട് ഇതുപോലെ, എനിക്കും തരയണമേ. എന്റെ കൂട്ടുകാരന്, എന്റെ നാട്ടുകാരന് നീ കൊടുത്ത പോലെ എന്ന് മനസ്സുകൊണ്ട് സ്നേഹത്തോടെ ദുആ ചെയ്തു കൊടുക്കണം വീട്ടുകാർക്ക്. അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് കണ്ണുകൊള്ളും, ആ വീട്ടുകാർക്ക് ക്ഷീണം വരും. കണ്ണേറിന്റെ ഐനിന്റെ ഇസ്വാബത്ത് കൊണ്ട് അവർ വലിയ പ്രയാസത്തിൽ. അവർക്ക് അറിയില്ല. ഡോക്ടർമാർ പറയും ഒക്കെ ഓക്കെയാണല്ലോ, ബ്ലഡ് പ്രഷർ ഒക്കെയാണ്, ഷുഗർ ഒക്കെയാണ്, കൊളസ്ട്രോൾ ഒക്കെയാണ്, നിങ്ങൾക്ക് ഒരു കുഴപ്പം കാണുന്നില്ല. ആൾക്ക് എണീക്കാൻ പറ്റൂല. കണ്ണുകൊണ്ടിട്ട് സംഭവിച്ചു പോകുന്ന ഈ ഹദീസിലേക്ക് നമ്മൾ വരികയാണ്. അതിനിടക്ക്